തീർച്ചയായും വേണമല്ലോ. കാരണം ഏത് മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം അതിര് കിടക്കുമ്പോഴല്ലാതെ ഈ തൊടുമ്പോഴേ തന്നെ കയറി അഭിപ്രായം പറയാൻ സ്വഭാവം പൊതുവേ എൻ്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വെറുതെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ. കാര്യം നിവൃത്തി കേട്ടുകൊണ്ടാണ് ഇതുപോലെ ഇവിടം പറയാൻ പറഞ്ഞത്. കാര്യം മാധ്യമങ്ങളിൽ ഒരുപാട് ഞാൻ പരാതി കൊടുത്തുവെന്നും അല്ലെങ്കിൽ നടപടി എടുക്കണമെന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഇത് എവിടെ നിന്നാലും ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുക, അത് കഴിയുമ്പോഴത്തേക്ക് അനിലാണ്ടിക്ക് വോട്ട് കൂട്ടും. തീർച്ചയായും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി പോയാൽ അനിലാണ്ടിക്ക് വോട്ട് കൂടുന്ന കാര്യം തർക്കമൊന്നും വേണ്ട. നിലവിൽ ഇപ്പോൾ പി സി ജോർജിന്റെ പ്രസ്താവന അല്ലെങ്കിൽ ഒരു നീരസം പരസ്യമാക്കിയ കാര്യം താങ്കളും അല്ലെങ്കിൽ താങ്കളുടെ അച്ഛനെ അടക്കം കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ വിഷയങ്ങളൊന്നും ബാധിക്കില്ല, ബി ജെ പിയെ ബാധിക്കില്ല, അല്ലെങ്കിൽ എൻ ഡി എ ബാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്ങനെ ബാധിക്കാനാണ്? നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് 1000 നോട്ട കിട്ടിയത്. നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ആൾ വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാലത്ത് ആ കാലവും കടന്നുപോയി. അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ട് ഒരു തരത്തിലുള്ള അപകടം ഉണ്ടാകില്ല. തീർച്ചയായും അനിൽ ആൻ്റണിക്ക് ഈ പറയുന്ന പത്തനംതിട്ടയിൽ വളരെ നല്ല തരത്തിലുള്ള വോട്ടും വിജയിക്കാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ്. അവിടെ ഇദ്ദേഹം ചെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ആവശ്യം അനിൽ ആൻ്റണിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറയാൻ ഞാൻ ആളല്ല സോദര, എനിക്കൊരു പ്രതീക്ഷയില്ല, ഞാനൊന്നിനുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ഇത്രയും നാൾ അദ്ദേഹത്തിന് നാക്കമുണ്ട്, അദ്ദേഹത്തിനുള്ളതായിട്ടുള്ള അപകടവും കേരളത്തിലെ ജനതയുടെ മുമ്പിൽ അദ്ദേഹം അപഹാസ്യനായതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അത് കേരളത്തിലുള്ള ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അവർ പറയുന്ന അഭിപ്രായം നിങ്ങളും എനിക്കും ഒക്കെ അറിയാവുന്ന കാര്യം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഞാൻ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അധികം നേരം ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മാത്രമേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാര്യം ഇപ്പം സുരേന്ദ്രൻജി പോലെ കാര്യം കേരളത്തിൽ ഞാനും മത്സരിക്കാതിരിക്കാനും പരമാവധി സീറ്റുകളിൽ അത് കോർഡിനേറ്റ് ചെയ്ത് ഇലക്ഷൻ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. അത് ഞാൻ സന്തോഷ്ജിയും നഡ്ഡാജിയും അമിത് ഭായിയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ഡിസ്കസ് ചെയ്ത ശേഷം ഒരു തീരുമാനം ഒറ്റയ്ക്ക് കാര്യം ബി ഡി എസിന് എടുക്കാമെങ്കിലും കാര്യം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുകയും ഞങ്ങൾ അത്ര പേഴ്സൻ്റ് അടുപ്പമുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടെ ആലോചിച്ച് എങ്ങനെ വേണം എന്നൊരു തീരുമാനം പറഞ്ഞ ശേഷം ഡിക്ലെയർ ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നത്. അത് ഇന്ന് മിക്കവാറും ഇന്ന് തന്നെ എല്ലാവരും കാണും. കണ്ട ശേഷം അതിന് തീരുമാനമെടുക്കും. അല്ലാതെ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോലും നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയിലുള്ള ആളുകളും പല തരത്തിലുള്ള പല വാർത്തകൾ വന്ന സമയത്ത് ഞാനിവിടെ വന്ന് ആരുടെ അടുത്ത് ഒരു പരാതി പറയുന്നിട്ടുള്ള ആളല്ല. അതെൻ്റെ സ്വഭാവമല്ല. പിന്നെ ഇങ്ങനെയുള്ള അനാവശ്യ വാക്കിന് പൊട്ട് ചെവി എന്നുള്ളതല്ലാതെ എന്ത് പറയാൻ പറ്റും എനിക്ക്? താങ്കളോട് മത്സരിക്കണം നിർദ്ദേശം അദ്ദേഹം തീർച്ചയായും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, തൃശ്ശൂർ ഞാൻ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്താണ് അമിത് ഭായിനോട് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് മാറണമെന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ മാറിയതാണ്. തീർച്ചയായും ഞാൻ പറയുന്ന അനുസരിച്ച് ഞാൻ ചെയ്യും. പോരെ എന്തോ ജനറൽ സെക്രട്ടറിക്കെതിരെ അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഞാൻ അതിനെക്കുറിച്ച് SNDP യോഗത്തിൻ്റെ നേതാവെന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം അന്ന് ചെയ്തത് മറ്റുള്ള എല്ലാ സമുദായങ്ങളെ ആക്ഷേപിച്ച പോലെ തന്നെ ഈഴവ സമുദായത്തെയും അദ്ദേഹം ആക്ഷേപിച്ചു. അല്ലാതെ ജനറൽ സെക്രട്ടറി അല്ല ആക്ഷേപിച്ചത്. നിങ്ങളൊക്കെ കേട്ട് കാണും പുള്ളിയുടെ ഒരു ഫോൺ സംഭാഷണം സമുദായത്തെക്കുറിച്ചിട്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലെ എല്ലാ വിഭാഗത്തെയും പുള്ളി ആക്ഷേപിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളുടെ എല്ലാ വിഭാഗത്തെയും ആക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമുദായത്തെ ഈഴവ സമുദായത്തെ മൊത്തം അടക്കി ആക്ഷേപിച്ച സമയത്താണ് അന്ന് അവിടെ ഒരു റാലിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനെക്കുറിച്ച് ജനറൽ സെക്രട്ടറി അഭിപ്രായം പറയുകയും ചെയ്തത്. അത് SNDP യോഗത്തിൻ്റെ അഭിപ്രായമാണ്. അതൊരു പൊളിറ്റിക്കലായിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. അത് എല്ലാ സമുദായത്തിനും ഉണ്ടായിട്ടുള്ള വികാരം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ. നമുക്കൊരാവശ്യമില്ല.